ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബി.എഡ് ഫസ്റ്റ് ഇയർ സെക്കൻഡ് സെമസ്റ്റർ ചൈൽഡ് റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന പുസ്തകത്തിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് ചൈൽഡ് റൈറ്റ്സ് ലോസ് പോളിസീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഇതിൽ ആദ്യമായി പറയാൻ പോകുന്നത് ജുവനൈൽ ഡെലിക്വൻസി. എന്താണ് ജുവനൈൽ ഡെലിക്വൻസി എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ട്രുവൻസി മുതൽ കളവ് വരെയുള്ള ഏതെങ്കിലും ഒരു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതിനെയാണ് ജുവനൈൽ ഡെലിക്വൻസി എന്ന് പറയുന്നത്. ഇത് ആ വ്യക്തികളെ, ആ ഏർപ്പെടുന്ന കുട്ടികളെയും അതുപോലെ സമൂഹത്തെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് ഒരു വെല്ലുവിളി ഉയർത്തുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കുട്ടികളിൽ അതിക്രമങ്ങൾ ഉണ്ടാവുന്നത്? അതിനുള്ള കാരണങ്ങൾ വ്യത്യസ്തമാണ്. ചിലപ്പോൾ അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കും. അവർക്ക് അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവരുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാവുന്നതാണ്. അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നുള്ള പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവുന്നതാണ്. അവർക്ക് വേണ്ട രൂപത്തിലുള്ള പരിഗണന കൊടുക്കാത്ത അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാവുന്നതാണ്. അല്ലെങ്കിൽ സ്കൂളുകളിൽ നിന്നോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റികളിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ വഴിയും കുട്ടികളിൽ ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ കണ്ടുവരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളിൽ ഉണ്ടാകുന്ന ഡെലിക്വൻസികളെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും? അതിന് അവർ ഈ റിസ്ക് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഓരോ പ്രോഗ്രാംസ് ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ ഈ സ്കൂൾ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുടെയൊക്കെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഓരോ പരിപാടികൾ സംഘടിപ്പിക്കുക. അതുപോലെ ഫാമിലി കൗൺസിൽ നൽകുക. ഈ രക്ഷിതാക്കൾക്കും കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യണം, അവരുടെ കാര്യങ്ങൾ എങ്ങനെ നോക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഫാമിലിനെ കൗൺസിൽ ചെയ്യുക. തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് ഈ ജുവനൈൽ ഡെലിക്വൻസിയെ ഒരു പരിധിവരെ തടയാൻ കഴിയുന്നതാണ്. അതുപോലെ കുട്ടികൾക്ക് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് വിദ്യാഭ്യാസം കൊടുക്കുക, അതുപോലെ സ്കിൽ ഡെവലപ്മെൻറ്റിനൊക്കെയുള്ള അവസരങ്ങൾ നൽകുക. ഇതുവഴിയൊക്കെ നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ ജുവനൈൽ ജസ്റ്റിസ് സിസ്റ്റം ഇതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ്. ഈ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അതിൻ്റെ പ്രധാന കാരണം എന്താണ് എന്ന് കണ്ടെത്തിക്കൊണ്ട് അതിനുള്ള പരിഹാരം കണ്ടെത്തി കുട്ടികളെ ശിക്ഷിക്കുക എന്നതിലുപരി അവർക്കൊരു പുനരധിവാസം സാധിപ്പിക്കുക എന്നതാണ് ഈ ജുവനൈൽ ജസ്റ്റിസ് കാര്യമായി ലക്ഷ്യം വെക്കുന്നത്. ദ ജുവനൈൽ ജസ്റ്റിസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് 2015. ഈ നിയമം ലക്ഷ്യം വെക്കുന്നത് കുട്ടികളുടെ പുരോഗതിക്കും അതുപോലെ അവരുടെ പുനരധിവാസം എന്നീ കാര്യങ്ങളിലൊക്കെയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലം നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നിയമം ആദ്യമായി വന്നത് 1986 എന്ന് കാണാവുന്നതാണ്. അപ്പോൾ 1986 വന്ന ദ ജുവനൈൽ ജസ്റ്റിസ് ആക്റ്റും അതിൻ്റെ തുടർന്നു വന്ന അതിൻ്റെ ഭേദഗതികളൊക്കെ ഈ ജുവനൈൽ ജസ്റ്റിസ് നിയമത്തിൽ ഒരു നാഴികക്കല്ലാണ്. ഈ നിയമം 21-ാം നൂറ്റാണ്ടിൽ 2000 ഭേദഗതിക്ക് വിധേയമാവുകയുണ്ടായി. അതിനുശേഷം പിന്നീട് 2007 ഒന്നുകൂടെ ഭേദഗതി വരുത്തുകയുണ്ടായി. അപ്പോൾ ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് നമുക്കറിയാവുന്നതാണ്. അത് കുട്ടികളെ ശിക്ഷിക്കുക എന്നതിലുപരി അവർക്ക് ഇങ്ങനെ ഉണ്ടാവാനുള്ള കാരണം മനസ്സിലാക്കുകയും എന്നിട്ട് അതിനുള്ള പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്ന അവർക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണ്. എന്നാൽ ഈ 2012 ഡൽഹിയിൽ ഒരു ഗ്യാങ് റേപ്പ് നടക്കുകയുണ്ടായി. അതിലൊരു പ്രതി ഈ 18 വയസ്സിൽ താഴെയുള്ള ഒരാളായിരുന്നു. അപ്പോൾ ആ വ്യക്തിക്കെതിരെയുള്ള നിയമ നടപടി അത് പബ്ലിക്കിൻ്റെ ഇടയിൽ ഒരു അസംതൃപ്തി ഉണ്ടാക്കുവാൻ കാരണമായി. അതുകൊണ്ട് തന്നെ ആ നിയമം ഒന്നുകൂടി ഭേദഗതി വരുത്തേണ്ട അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ 2015 ഡിസംബർ 22-ന് പുതിയ ഭേദഗതി വരുത്തുകയുണ്ടായി. അത് പ്രസിഡന്റിന്റെ അടുത്തേക്ക് 2015 ഡിസംബർ 30-ന് എത്തുകയും അത് 2016 ജനുവരി 15-ന് നിയമത്തിൽ വരികയും ചെയ്തു. അപ്പോൾ ഈ നിയമം ലക്ഷ്യം വയ്ക്കുന്നത് ചൈൽഡ് ഫ്രണ്ട്ലി അപ്രോച്ചാണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ, അതുപോലെ അവർക്ക് വേണ്ടിയുള്ള കെയർ, ഡെവലപ്മെൻറ്റ്, ഈ ട്രീറ്റ്മെൻറ്റ്, ഇങ്ങനെയുള്ള തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ നിയമം കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള പുതിയൊരു നിയമവ്യവസ്ഥ അത് ഒരുപാട് അരാജകത്വങ്ങൾ 16 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കിടയിൽ ഒരുപാട് ക്രൈം റേറ്റ് കൂടുന്നതിന് കാരണമായി. പ്രത്യേകിച്ച് റേപ്പ് പോലെയുള്ള മാരകമായ കുറ്റങ്ങൾ ഇവർക്കിടയിൽ കണ്ടുവന്നു.
അപ്പോൾ ഇതൊരു റിഫോർമേറ്റീവ് എന്നതിലുപരി ഒരു റിട്രിബ്യൂട്ടീവ് എന്നൊരു അവസ്ഥയിലേക്ക് എത്തുകയുണ്ടായി. അപ്പോൾ ഈ നിയമം അനുസരിച്ച് 7 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുകയാണെങ്കിൽ അവർ ഒരു അഡൾട്ട് എന്ന നിലയിൽ ജുവനൈൽ കോർട്ടിൽ അവരെ പരിഗണിക്കുന്നതാണ്. എന്നിട്ട് 21 വയസ്സ് വരെ അവരെ ഒരു സേഫ് പ്ലേസിലേക്ക് അയക്കുകയാണ്. എന്നിട്ട് അവർ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് തെളിയുന്നത് വരെ അവരൊരു സേഫ് പ്ലേസിലേക്ക് അയക്കും. അവർ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തെളിഞ്ഞിക്കുകയാണെങ്കിൽ അവർ കുട്ടിയാണ് എന്ന പരിഗണന പിന്നെ അവർക്ക് കൊടുക്കാതെ തന്നെ അവർക്ക് ശിക്ഷ ലഭിക്കുന്നതാണ്. ഇനി അടുത്ത പറയാൻ പോകുന്നത് ജുവനൈൽ ജസ്റ്റിസ് ആക്ടിന്റെ സവിശേഷതകൾ എന്താണ് എന്നാണ്. ആദ്യമൊക്കെ കോടതിയിൽ കുട്ടികൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞതിന് ശേഷം അതിനുള്ള തീരുമാനമെടുത്തിരുന്നത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ആയിരുന്നു. എന്നാൽ ഈ 2015 അമെൻമെന്റ് വന്നതിന് ശേഷം ഈ കാര്യങ്ങളിലൊക്കെ നടപടിയെടുക്കാനുള്ള അധികാരം അത് ജുവനൈൽ ജസ്റ്റിസിന് തന്നെ വിടുകയാണ്, ജുവനൈൽ കോടതികൾക്ക് തന്നെ വിടുകയാണ്. അതാണ് ഒന്നാമത്തെ സവിശേഷത. രണ്ടാമത്തെ സവിശേഷത പ്രൊസീജിയർ ഫോർ ഇൻക്വയറി. അപ്പോൾ ഈ കുട്ടികൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി അവർ അന്വേഷിച്ചു കൊണ്ടാണ് കുട്ടികൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കുന്നത് എന്നാണ് മറ്റൊരു സവിശേഷത. ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ചില ഡെഫിനിഷൻസുകളാണ്. ചൈൽഡ്, ജുവനൈൽ, ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ, ഈ 3 ടേംസിൻ്റെയും ഡെഫിനിഷനാണ് പറയാൻ പോകുന്നത്. ചൈൽഡ് എന്ന് പറഞ്ഞാൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ചൈൽഡ് എന്ന് പറയാം. പക്ഷെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ജനനം മുതൽ 18 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ചൈൽഡ് എന്ന് തന്നെ പറയാം. അവർ തെറ്റ് ചെയ്തവരാവട്ടെ ആവാത്തവരാകട്ടെ 18 വയസ്സ് എത്താത്ത എല്ലാ കുട്ടികൾക്കും ചൈൽഡ് എന്നാണ് പറയുക. എന്നാൽ ജുവനൈൽ എന്ന് പറഞ്ഞാൽ ചെറിയ വ്യത്യാസമുണ്ട്. അതും 18 വയസ്സ് എത്താത്ത കുട്ടികൾ തന്നെയാണ്. എന്നാൽ അവരെ പരിഗണിക്കുക 7 വയസ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള കുട്ടികളെയാണ്. 7 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ട് നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്ന ഒരു കുട്ടിയെക്കുറിച്ചാണ് ജുവനൈൽ എന്ന് പറയുക. ഇനി ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ദ ലോ എന്ന് പറഞ്ഞാൽ അതും 18 വയസ്സ് തികയാത്ത ഒരു കുട്ടി തന്നെയാണ്. പക്ഷെ അവൻ എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് 3 തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും. ഇനി അടുത്തത് റൈറ്റ്സ് ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട് 2009. അപ്പോൾ ദ റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട് എന്നത് പൊതുവെ അറിയപ്പെടുന്നത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നാണ്. ഇത് പറയുന്നത് 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധവും അതുപോലെ ഫ്രീയുമായിട്ടുള്ള സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നു. ഇതുകൊണ്ടുള്ള ലക്ഷ്യം എല്ലാ കുട്ടികൾക്കും നല്ല ക്വാളിറ്റി ഉള്ള അതുപോലെ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നതാണ്. ഇനി ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? RTE റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. ഒന്നാമത്തേത് കമ്പൽസറി എഡ്യൂക്കേഷൻ, എല്ലാ കുട്ടികൾക്കും നിർബന്ധമായും എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം. രണ്ടാമത്തേത് നോൺ ഡിസ്ക്രിമിനേഷൻ, ഒരു വേർതിരിവ്, കുട്ടികൾക്കിടയിൽ ഒരു വേർതിരിവ് ഉണ്ടാവുകയില്ല. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ക്വാളിറ്റി, അടുത്ത ഇത്രയും തോന കുട്ടികൾക്ക് പഠന സൗകര്യം നൽകണമെങ്കിൽ അതിനുള്ള സ്ഥല സൗകര്യം മെച്ചപ്പെടുത്തണം. അപ്പോൾ അത് സ്ഥല സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് അത് ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തുന്നതിനും ക്വാളിറ്റി ഉണ്ടാക്കുന്നതിനും കാരണമായി. അടുത്തൊരു സവിശേഷത, ഈ പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ 25% റിസർവേഷനാണ് ഈ താഴ്ന്ന വിഭാഗക്കാർക്കും അതുപോലെ മറ്റ് താഴ്ന്ന വിഭാഗക്കാർക്കൊക്കെ OBC വിഭാഗക്കാർക്ക് 25% റിസർവേഷൻ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഹറാസ്മെന്റുകളിൽ നിന്നൊക്കെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നു. അതുപോലെ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നു. അതുപോലെ ഇത് ലോക്കൽ അതോറിറ്റീസുകളുടെ പങ്ക് ഇതിൻ്റെ ഒരു മുഖ്യ സവിശേഷതയാണ്. ഇനി അടുത്ത് പറയാൻ പോകുന്നത് ദ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. ഇന്ത്യയിൽ 18 വയസ്സിന് താഴെയുള്ള 472 മില്യൺ കുട്ടികളുണ്ട്. അപ്പോൾ അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നിയമം നിലവിൽ വന്നിട്ടുള്ളത്.
അപ്പോൾ ഇന്ത്യയുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 ഈ കുട്ടികൾക്കുള്ള പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തുന്നു. ഈ 2012 പോസ്കോ നിയമം വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നിയമം ഗോവ ചിൽഡ്രൻസ് ആക്ട് 2003 ഉണ്ടായിരുന്ന ആ നിയമം മാത്രമാണ്. ഇനി ഈ പോസ്കോ ആക്ടിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ സവിശേഷത, ഈ ലൈംഗിക ചൂഷണം, കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ പ്രത്യേകം കോടതികളിൽ ഹാജരാക്കപ്പെടുന്നു എന്നതാണ്. രണ്ടാമത്തേത്, സെക്ഷൻ 45 പ്രകാരം ഈ നിയമങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അനുമതി പൂർണ്ണമായും കേന്ദ്ര ഗവൺമെന്റിനാണ്. അതുപോലെ ഈ ആക്ട് നടപ്പിൽ വരുത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി നാഷണൽ കമ്മീഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, അതുപോലെ സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സും പാടെ കൂടിയിട്ട് ഒരു അതോറിറ്റിയെ നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഈ നിയമം നല്ലപോലെ നടപ്പിലാക്കുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതാണ്. ഇനി അടുത്തത് പറയാൻ പോകുന്നത് ഈ പോസ്കോയുടെ ജനറൽ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്. ഇന്ന് കുട്ടികൾക്ക് അവരുടെ ജീവിതവും അതുപോലെ അതിജീവിക്കാനൊക്കെ ഉള്ള അവകാശം നൽകുന്നു. 2, എല്ലാ ഡിസ്ക്രിമിനേഷനിൽ നിന്നും അവർക്ക് സംരക്ഷണം നൽകുന്നു. അതുപോലെ സ്പെഷ്യൽ പ്രിവെൻറ്റീവ് മെഷർ, എങ്ങനെ പറഞ്ഞാൽ ഒരു പ്രശ്നം വന്നതിന് ശേഷം അതിനെ നേരിടുക എന്നതിലുപരി ആ പ്രശ്നം വരുന്നതിന് മുമ്പ് തന്നെ അതിനെ തടയാനുള്ള അവകാശം, അതുപോലെ പ്രൈവസിക്കുള്ള അവകാശം, അതുപോലെ റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു കോമ്പൻസേഷൻ. ഇങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് കോമ്പൻസേഷൻ, മറ്റുള്ള മറുഭാഗത്ത് നിന്ന് കോമ്പൻസേഷൻ മേടിക്കുന്നതിനുള്ള അവകാശമുണ്ട്. ഇനി അടുത്തത് പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് 2006. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ചൈൽഡ് മാരേജിനെ തടഞ്ഞുകൊണ്ടുള്ള ഒരു നിയമം വന്നത് 1929 അപ്പോൾ 1929 മുമ്പ് ഇന്ത്യയിൽ ഒരുപാട് ചൈൽഡ് മാരേജുകൾ നടന്നിരുന്നു. അതൊരു നിയമപരമായി തെറ്റായി കണക്കാക്കിയിരുന്നില്ല എന്നതാണ്. പിന്നീട് ഈ ചൈൽഡ് മാരേജ് കൊണ്ട് പെൺകുട്ടികൾക്കും അതുപോലെ ജനിക്കുന്ന കുട്ടികൾക്കും ഒരുപാട് പ്രശ്നമുണ്ട് എന്ന് കണ്ടെത്തുകയും അതുവഴി പിന്നെ അത് തടയുന്നതിലേക്ക് നയിക്കുകയും ചെയ്തു. അപ്പോൾ ഈ നിയമം വന്നതോടുകൂടെ ഈ കുട്ടികളെ ശൈശവ വിവാഹം നിയമവിരുദ്ധമായി. ആരെങ്കിലും അങ്ങനെ ശൈശവ വിവാഹം ചെയ്യുകയാണെങ്കിൽ അവർക്ക് കടുത്ത ശിക്ഷാ നടപടികൾ ഏർപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഈ നിയമം വന്നതിന് ശേഷവും ഇന്ത്യയിൽ ഒരുപാട് ചൈൽഡ് മാരേജുകൾ നടക്കുകയുണ്ടായി. അപ്പോഴാണ് പിന്നീട് അത് 2006 അതിനെ ഒന്നുകൂടി ഭേദഗതി ചെയ്തത്. ആ ഭേദഗതി ചെയ്തതിനെ 2021 ഭേദഗതി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബില്ല് സമർപ്പിച്ചിട്ടുണ്ട്. യൂണിയൻ മിനിസ്റ്റർ ഫോർ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്സ് സ്മൃതി ഇറാനി പെൺകുട്ടികളുടെ പ്രായം 18 നിന്ന് 21 ആക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ബില്ല് പാർലമെന്റിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പഠന വിധേയമാക്കുകയാണ്. ഈ നിയമം നടപ്പിലാവുകയാണെങ്കിൽ ഇതുവരെയുള്ള എല്ലാ നിയമങ്ങളും ഇല്ലാതെയാവുന്നതാണ്. ഇപ്പോൾ നിലവിലുള്ള നിയമം പെൺകുട്ടികളുടെ വിവാഹപ്രായം 18ഉം ആൺകുട്ടികളുടെ വിവാഹപ്രായം 21ഉമാണ്. ഈ നിയമം ഇപ്പോഴുള്ള ഈ ബില്ല് നടപ്പിലാവുകയാണെങ്കിൽ പെൺകുട്ടികളുടെയും വിവാഹപ്രായം 21ആയി മാറുന്നതാണ്. അപ്പോൾ ഗവൺമെന്റ് ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരുന്നതിന് വ്യത്യസ്തപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ ഇതിന് സപ്പോർട്ട് ചെയ്തിട്ടാണ് സർവേ നൽകിയിട്ടുള്ളത്. അതുപോലെ ജയ ജെറ്റ്ലി കമ്മിറ്റി ഇങ്ങനെ ഈ പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 ആക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ബില്ല് നൽകിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ മാറ്റുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി പറയുന്നത്, ഈ ലോക്ക്ഡൗൺ സമയത്ത്, കൊറോണ വന്ന സമയത്ത് ഒരുപാട് ചൈൽഡ് മാരേജുകൾ നടന്നതായിട്ടാണ് കണക്കുകൾ പറയുന്നത്. അതുപോലെ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ വിവാഹപ്രായം ഒരേപോലെ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ നേരത്തെയുള്ള വിവാഹം മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റിനെയും അതുപോലെ ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റിനെയും ബാധിച്ചിട്ടുണ്ട്. എന്താണ് ഈ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്? ഈ പ്രഗ്നൻസി കാരണം പെൺകുട്ടികൾ മരണപ്പെടുന്നതിനെയാണ് മരണനിരക്കിനെയാണ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്.
ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ശിശു മരണനിരക്ക്. അതുപോലെ പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 ആക്കുന്നത് വഴി അവർക്ക് സാമ്പത്തികവും സാമൂഹികപരവുമായിട്ടുള്ള ഒരുപാട് മെച്ചമുണ്ട് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ചൈൽഡ് ലേബർ ആക്ട് 1986. ഇപ്പോൾ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ റിപ്പോർട്ട് പ്രകാരം ലോകത്താകെ 152 മില്യൺ കുട്ടികൾ വർക്ക് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ ഏകദേശം 10 മില്യണോളം കുട്ടികൾ തൊഴിൽ ചെയ്യുന്നു. വളരെ ശക്തമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടായിട്ട് പോലും ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ ജോലികൾ കുട്ടികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചൈൽഡ് ലേബർ ആക്ട് പ്രകാരം ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. അപ്പോൾ ഈ നിയമപ്രകാരം കുട്ടികളുടെ വർക്ക് ഹവേഴ്സും അതുപോലെ അവർ ചെയ്യുന്ന വർക്കുകളുടെ കണ്ടീഷൻസൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ ഈ ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നതിനെ വിലക്കിയും കൊണ്ടാണ് ഈ നിയമം പറയുന്നത്. ഇനി ഇതിലുള്ള ഭേദഗതിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇത് പറയുന്നത് ഈ നിയമം ആരെങ്കിലും ലംഘിച്ചു കഴിഞ്ഞാൽ അതിന് ശക്തമായിട്ടുള്ള ഒരു നിയമ നടപടി ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ നിയമം കുട്ടികളെ അതുപോലെ കൗമാരക്കാരായ ആളുകളെയൊക്കെ ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നതിനെ വിലക്കുകയും ചെയ്യുന്നു. ഇനി 2017 ഈ നിയമത്തിന് ചില ഭേദഗതികൾ വരുത്തുകയുണ്ടായി. അപ്പോൾ ഗവൺമെൻറ് കാര്യമായിട്ടുള്ള ഡാറ്റകൾ പല സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് വളരെ വ്യക്തമായിട്ടുള്ള ഒരു നിയമ നടപടി ഈ ചൈൽഡ് ലേബറിൻ്റെ വിഷയത്തിൽ നൽകിയിട്ടുണ്ട്. അതുമൂലം കുട്ടികൾ എങ്ങനെയൊക്കെയുള്ള ജോലി ചെയ്യാൻ പറ്റും, അതുപോലെ എത്തരത്തിലുള്ള ജോലികളൊക്കെ ചെയ്യാൻ പാടില്ല, അതുപോലെ ഏത് വയസ്സ് വരെയുള്ള കുട്ടികളെ എങ്ങനെയുള്ള ജോലികളിലൊക്കെ ഉൾപ്പെടുത്താം എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കുകയുണ്ടായി. അതുപോലെ ഇങ്ങനെ നിയമത്തിന് എതിരായിട്ട് ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ ശക്തമായിട്ടുള്ള പണിഷ്മെന്റ് നടപ്പിൽ വരുത്തുകയും ചെയ്തു.